ഈ നന്തങ്കോട് കൂട്ടക്കൊലപാതക കേസിൽ കേഡൽ ജിൻസൺ രാജയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ഇയാളുടെ ശിക്ഷാവിധിയിൽ ഇന്ന് വാദം നടക്കും. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ വിഷ്ണുവാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അപ്പോൾ ചന്തു ചന്ദ്രശേഖറുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായിട്ട്. ചന്തു, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ കേഡൽ ജിൻസൺ രാജയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എപ്പോഴേക്ക് നമുക്ക് വാദം പ്രതീക്ഷിക്കാം? വിവരങ്ങൾ പറയാം. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വിധി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഡീഷണൽ സെഷൻസ് കോടതി, തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് ഈ വിധിയുമായി ബന്ധപ്പെട്ടുള്ള വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും വിധി പ്രസ്താവിക്കുക. ഇന്ന് തന്നെ വിധി ഉണ്ടാകാനാണ് സാധ്യത. 11 മണിയോടുകൂടി അങ്ങനെയെങ്കിൽ വിധി കോടതി പ്രസ്താവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രധാനമായും കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത് ഇത് പ്രതി കരുതിക്കൂട്ടി ചെയ്ത ഒരു കൊലപാതകമാണ്, പ്ലാൻ ചെയ്ത അതിക്രൂരമായ ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് വധശിക്ഷ നൽകണമെന്ന് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിക്കുക കേസിനെ അപൂർവമായി തന്നെ കണക്കാക്കണം. അതുകൊണ്ട് തന്നെ അതിലൊരു വധശിക്ഷ ഉണ്ടാകണമെന്ന ഒരു വാദമായിരിക്കും ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുക. നേരത്തെ പ്രതി മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ മാനസിക രോഗമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. അത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് അത് അങ്ങനെയല്ല എന്ന് കണ്ടെത്തിയിരുന്നു. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ കേസിനെ വഴിതിരിച്ചു വിടുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അത് കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിനും വഴിതിരിച്ചു വിടുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണെന്ന് പോലീസ് കണ്ടെത്തി. പ്രത്യേകിച്ച് ദൃക്സാക്ഷികളൊന്നുമില്ലാതിരുന്ന കേസ് പോലീസ് ശാസ്ത്രീയമായ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തുകയും കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. അതിൽ വളരെ ക്രൂരമായ കൊലപാതകമാണ് നടന്നത്. ഈ കൊലപാതകത്തിന് വേണ്ടി ആസൂത്രണം നടത്തിയതിനുള്ള തെളിവുകൾ പോലീസ് കണ്ടെടുത്തു. ഓൺലൈൻ വഴി ഈ കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ആയുധം മഴു കണ്ടെടുത്തു. അതിനു മുൻപ് തന്നെ ഈ മഴു ഉപയോഗിച്ച് എങ്ങനെ ഇവരെ കൊലപ്പെടുത്താം എന്നത് സംബന്ധിച്ച് യൂട്യൂബിലടക്കം പ്രതി സെർച്ച് ചെയ്ത കാര്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഴുതടച്ച അന്വേഷണമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഏറെ നാളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണയൊക്കെ മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായത്. പ്രധാനമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതി മാനസിക രോഗിയാണ് എന്ന് കാണിക്കുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായി. അത് മാനസിക രോഗ വിദഗ്ധന്റെ ഒരു നേതൃത്വത്തിൽ തന്നെ വിശദമായ പരിശോധന നടത്തുകയും അതിൽ പ്രതിക്ക് മാനസിക രോഗമില്ല എന്ന് കണ്ടെത്തുകയും അത് സ്ഥിരീകരിക്കുന്നതിനും കഴിഞ്ഞു. ഇത്തരം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചത്. എന്തായാലും ഇന്ന് ഈ വിധിയുമായി ബന്ധപ്പെട്ടുള്ള വാദം നടക്കും. അതിനുശേഷം 11 മണിയോടുകൂടി ഈ കേസിൽ വിധിയുണ്ടാകും. സേതുലക്ഷ്മി. ശരി ചന്തു. അപ്പോൾ നന്തങ്കോട് കൂട്ടക്കൊലപാതക കേസിൽ ഇന്ന് ശിക്ഷാവിധി വരുന്ന ദിവസമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ചന്തു ചന്ദ്രശേഖർ.